श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. അതികായവധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറ് നടുങ്ങുന്ന രീതിയിൽ കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു, പുനരുടൻ മോഹവും തീർന്നു. മുഹൂർത്തമാത്രം കൊണ്ട്, കുറച്ചു നേരത്തേക്കേ ആ ഒരു മോഹാലസ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതിൽ നിന്ന് മുക്തനായി പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെ. അത്യന്തം ദുഃഖിതനായിരിക്കുന്ന രാവണനെ പോയി കണ്ട് ചെന്ന് തൊഴുതു പറഞ്ഞു, ത്രിശിരസ്സും ഉന്നതനായ ഒരു അതികായ വീരനും, ത്രിശിരസ്സും അതികായനും, പിന്നെ ദേവാന്തകനും നരാന്തകനും മുഹുരേവം, പിന്നീട് മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിയിടും നിശാചര വീരന്മാർ. ഇവരെല്ലാവരും പോയി രാവണനെ കണ്ടു തൊഴുതു. ഇവർ 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാൻ, ദുഃഖിപ്പതിനെന്ത് കാരണം? ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ചെന്നൊക്കെ റിപുക്കളെ കൊന്നുവരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ. ഞങ്ങളെ അയച്ചാൽ പിന്നെ ദുഃഖിക്കേണ്ടതില്ല. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്ത് സങ്കടം തീർക്കെന്ന് ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ട്, അതും കൊണ്ട് പൊയ്ക്കൊള്ളുവിനെല്ലാവരും. അപ്പൊ ഇവിടെയുള്ള വൻപടയുണ്ട്, ഇവിടെയുള്ള വൻപടയോടുകൂടെ പൊയ്ക്കോളൂ, അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരോട് പോയി എതിരിടേണ്ടതില്ല എന്ന് പറഞ്ഞു. ആയുധവാഹന ഭൂഷണ ജാലവും ആവോളം കൊടുത്താൻ ദശകന്ധരൻ. എല്ലാ ഒരുക്കങ്ങളോടും കൂടെ തന്നെ ചെല്ലാൻ പറഞ്ഞു. വെള്ളം കണക്കെ, കോടികളാണ്, വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാർ ഇവർ 8 പേരും പോർക്ക് പുറപ്പെട്ടു ചെന്നത് കണ്ട്, അവർ പോരിന് പുറപ്പെട്ടു വന്നത് കണ്ട് അളവ് ആ ഒരു സമയത്ത് ഊക്കോടടുത്തു കപിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നത് കണ്ടളവ് അന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം, എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. അന്തകന്റെ വീട്ടിലാക്കി എന്നാൽ കാലപുരിക്കയച്ചു എന്നർത്ഥം. ഈ വന്ന വൻപടയിൽ ഒരുപാട് പേർ മരിച്ചു വീണു ഈ കപിപ്രവരന്മാരുടെ അടിയും തൊഴിയും ഏറ്റിട്ട്. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ട് ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ. കൊല്ലുന്നിതാശു കപിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരെ. നിമിഷനേരം കൊണ്ട് കപിവരന്മാരെയും ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കൊന്നു. വാരണവാജി രഥങ്ങളും കാലാളും, വാരണം ആന, കുതിര, രഥം, കാലാൾ, ഇങ്ങനെ അതുപോലെ തന്നെ ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴയായി അവിടെ. കാണായിതു പലതായൊലിക്കുന്നതും, ഓരോ അരുവി പോലെ അങ്ങനെ ഒഴുകാൻ തുടങ്ങി. അന്തമില്ലാതെ കബന്ധങ്ങളും, തലയില്ലാത്ത ശരീരം പലതന്തികെ നൃത്തമാടിത്തുടങ്ങി ബലാൽ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ട് അതിരൂക്ഷതയോടും അടുത്താൻ നരാന്തകൻ. നരാന്തകൻ എന്ന അസുരൻ ഈ കപിവരന്മാരോട് എതിർക്കാൻ മുന്നോട്ടു വന്നു. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ, കാലൻ വരുന്നത് പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ട് അവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ഒരൊറ്റ ഇടികൊണ്ട് അവന്റെ കുടൽമാല പുറത്തെടുത്തു. അങ്ങനെ അവൻ കാലപുരി പൂകി. ദേവാന്തകനും മറ്റൊരസുരൻ പരിഘവുമായി വന്ന്, വലിയ ഇരുമ്പുലക്കയുമായി വന്ന് ദേവേന്ദ്രപുത്ര തനയനോട്, അങ്കദനോട് ഏറ്റിതു, യുദ്ധം ചെയ്തു. വാരണമേറി ആനപ്പുറത്തേറി മഹോദരവീരനും തേരിലേറി ത്രിശിരസ്സും അണഞ്ഞിതു. മൂവരോടും പൊരുതിയിടിനാൻ അങ്കദൻ.
ദേവാദികളും പുകഴ്ത്തിനാരന്നേരം. അംഗദനെ എല്ലാവരും വാഴ്ത്തുകയാണ്. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. അംഗദന് ഒരു കൈ സഹായത്തിന് ഹനുമാനും നീലനും വന്നു. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും ത്രിശിരസ്സിൻ തലകളെ. ത്രിശിരസ് എന്നത് പേര് പോലെ തന്നെ 3 ശിരസ്സുള്ളവനാണ്. അതുകൊണ്ടാണ് തലകളെ എന്ന് പറഞ്ഞത്. 3 തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വൻ മറ്റൊരസുരൻ അന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. ഋഷഭൻ എന്ന വാനരൻ അവനെ കൊന്നു. മത്തനും ഉന്മത്തനും മരിച്ചാർ കപിസത്തമന്മാരോട് എതിർത്ത് അതിസത്വരം. ഇവരെ എതിർക്കാൻ വന്ന മത്തനും മരിച്ചു, ഉന്മത്തനും മരിച്ചു. വിശ്വൈകവീരൻ അതികായൻ അന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ. വിശ്വൈകവീരനാണ് അതികായൻ. തൻ്റെ 1000 അശ്വങ്ങളെ പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ച് വില്ലും ധരിച്ച് അസ്ത്രജ്ഞൻ അത്യർത്ഥം ഉദ്ധതചിത്തനായി. നന്നായിട്ട് അസ്ത്രപ്രയോഗം അറിയാവുന്നവൻ, അതാണ് അസ്ത്രജ്ഞൻ. അങ്ങനെയുള്ള അവൻ അത്യർത്ഥമായ ആ യുദ്ധം എന്ത് വന്നാലും ജയിക്കണമെന്ന ആ ഒരു മനസ്സോടുകൂടെ യുദ്ധത്തിനായി ഞാണുലിയുമിട്ടു. നക്തഞ്ചര ശ്രേഷ്ഠ പുത്രൻ അടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ. അതികായന്റെ വരവ് കണ്ട് വാനരന്മാരൊക്കെ ഓടാൻ തുടങ്ങി. സാമർഥ്യമേറെയുള്ളോരതികായനെ സൗമിത്രി ചെന്ന് ചെറുത്താൻ അതുനേരം. ലക്ഷ്മണൻ പോയി എതിർത്തു. ലക്ഷ്മണബാണങ്ങൾ ചെന്നടുക്കും വിധൗ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം. എന്നാൽ ലക്ഷ്മണൻ അതിശയത്തോടെ കാണുകയാണ്. ലക്ഷ്മണൻ അയക്കുന്ന അമ്പുകളൊക്കെ തന്നെ അവിടെ ഈ അതികായന്റെ അടുത്തെത്തുന്നു, പക്ഷെ തിരിച്ചു വരുന്നു. അതാണ് പ്രത്യങ്മുഖങ്ങളായി വീണ്ടും തിരിച്ച് ലക്ഷ്മണന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഇതെന്തുകൊണ്ട്? ചിന്ത മുഴുത്തേതും ആവതല്ലാഞ്ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നത് നേരം. ഇതൊരു പുതിയ അനുഭവമാണ്. ഇതെന്താണ് ഇങ്ങനെ? എന്തുകൊണ്ട് അതികായന് ഈ ഒരു ശക്തി, ഈ അസ്ത്രങ്ങളൊന്നും അവനെ ബാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെ അന്ധനായി സൗമിത്രി ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ നിൽക്കുന്ന നേരം മാരുതദേവൻ കാറ്റ് മനുഷ്യനായി വന്ന് സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ. അതിന്റെ രഹസ്യം പറയുകയാണ്. പണ്ട് വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകം, ഒരു പരിച പോലെ ഒരു രക്ഷയുണ്ട് അവന്റെ അടുത്ത്. കഞ്ചുകമുണ്ട്, അതുകൊണ്ട് ഇവൻ ഏൽക്കയില്ല ആയുധം. ഒരായുധവും ഇവന്റെ മേൽ പ്രയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇനി അങ്ങനെ വിട്ടാൽ പറ്റില്ല. ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്ത് ഇവൻ തന്നെ വധിക്ക നീ. ബ്രഹ്മാവാണ് കഞ്ചുകം കൊടുത്തത്, അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കുക. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത്. ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്നുപാലിക്കും ജഗത്രയം രാഘവൻ എന്ന് പറഞ്ഞ് മറഞ്ഞു സമീരന്. വായുഭഗവാൻ വരാനിരിക്കുന്ന കാര്യവും പറഞ്ഞു. നീ ഇന്ദ്രജിത്തിനെ കൊല്ലും, അത് കഴിഞ്ഞ് രാവണനെ ശ്രീരാമചന്ദ്രൻ കൊല്ലും എന്ന് പറഞ്ഞ് വായുഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ലക്ഷ്മണനും നിജപൂർവജൻ തന്റെ ജ്യേഷ്ഠന്റെ തൻ പദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു. ബ്രഹ്മാസ്ത്രം എയ്യുന്നതിന് മുൻപ് ജ്യേഷ്ഠനെ സ്മരിക്കുകയാണ്. എന്നിട്ട് പുഷ്കര സംഭവ ബാണം ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. തൽക്ഷണേ കണ്ഠം മുറിച്ചാൻ അതുനേരം ഭൂമൗ പതിച്ചോരധികായ മസ്തകം ആമോദം ഉൾക്കൊണ്ടെടുത്തു കപികുലം. അങ്ങനെ ഭൂമിയിൽ പതിച്ച അതികായന്റെ ശിരസ് കപികുലം എടുത്തിട്ട് ആർപ്പ് വിളികളോടെ രാമാന്തികയെ വെച്ച് കൈ തൊഴുതിയിടിനാൻ. ആമയം പൂണ്ട് ശേഷിച്ച രക്ഷോഗണം. അങ്ങനെ ദുഃഖം പൂണ്ട് ഈ അതികായം വീണതുകൊണ്ട് അത്രയധികം പേടിയുമായി അങ്ങനെയുള്ള ആ രക്ഷോഗണം രാവണനോട് അറിയിച്ചാരവസ്ഥകൾ. അവർ തിരിച്ചോടി രാവണനോട് കാര്യം പറഞ്ഞു. ഹാ വിധി എന്നലറി ദശകണ്ഠനും. അങ്ങനെ തൻ്റെ ഏറ്റവും വീരശൂര പരാക്രമികളായിട്ടുള്ള അനുജനും പോയി, മകനും പോയി. ഇത് വിധിയാണ് എന്ന് അലറിക്കരഞ്ഞു രാവണൻ. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും അനുജന്മാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനി നല്ലത് ശങ്കരാ ദൈവമേ. രാവണൻ ഇങ്ങനെ നിലവിളിക്കുകയാണ്. യുദ്ധം വിലാപിച്ച നേരത്ത് ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ.
ഖേദമുണ്ടാകരുതേതുമേ മനസ്സേ താതന്, ഞാൻ ഇഹ ജീവിച്ചിരിക്കവേ ഞാനുണ്ടല്ലോ, ഞാൻ മതി ഇവരെ എല്ലാം ഒടുക്കാൻ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട്, അത്തലും തീർത്ത് ഇങ്ങിരുന്നരുളേണമേ. അച്ഛൻ ദുഃഖിക്കേണ്ട, ഞാൻ ഒരാൾ മതി, എല്ലാ ശത്രുക്കളെയും തീർത്തിട്ട് അങ്ങയുടെ അത്തൽ തീർക്കാൻ ഞാൻ എത്രയും പെട്ടെന്ന് പോയി വരാം. സ്വസ്ഥനായി വാഴുക, ചിന്തയും കൈവിട്ട് ഒന്നും ചിന്തിക്കേണ്ട, യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നത് കേട്ട് തനയനെയും പുണർന്ന് എന്നേ സുഖമേ ജയിച്ചു വരിക നീ അനുഗ്രഹിച്ചു വിടുകയാണ്. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. എന്നാൽ നേരെ പോയി ജയിക്കാം എന്ന വിശ്വാസം ഇന്ദ്രജിത്തിനുമില്ല. അതുകൊണ്ട് തന്നെ ഒരു യാഗം ചെയ്ത് ശക്തി ആർജിക്കാനാണ് ഇന്ദ്രജിത്ത് തീരുമാനിച്ചത്. ശംഭുപ്രസാദം വരുത്തുവാനായി, സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്തിനായി ചെന്ന് ജംഭാരിജിത്തും, ജംഭാരി ഇന്ദ്രൻ, ഇന്ദ്രനെ ജയിച്ചവൻ ഇന്ദ്രജിത്ത്, ഇന്ദ്രജിത്തും നികുംഭില എന്ന സ്ഥലത്ത് പോയി നികുംഭില പൊക്കിതു. സംഭാരജാലവും, ഒരു യാഗത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും സമ്പാദ്യ, അതൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ അതൊക്കെ സ്വരൂകൂട്ടിയിട്ട് സാദരം സംഭാവ്യ, നല്ലത് ഭവിക്കാൻ വേണ്ടിയിട്ട് ഹോമം ആരംഭിച്ചിതന്നേരം. രക്തമാല്യാംബര ഗന്ധാനുലേപനയുക്തനായി, രക്തമാല്യം ചുവന്ന നിറത്തിലുള്ള മാല ധരിച്ച് ചുവന്ന നിറത്തിലുള്ള അമ്പരം വസ്ത്രമണിഞ്ഞ് ഗന്ധാനുലേപനം സുഗന്ധലേപനമൊക്കെ പൂശി, അങ്ങനെ തത്ര ഗുരുപദേശാന്വിതം, തൻ്റെ ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് ഭക്തി പൂണ്ട് ഉജ്ജ്വലിപ്പിച്ചു അഗ്നിദേവനെ, അഗ്നി ജ്വലിപ്പിച്ചു. ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി നക്തഞ്ജരാധിപ പുത്രനും എത്രയും വ്യക്തവർണ്ണ സ്വരമന്ത്ര പുരസ്കൃതം, മന്ത്രം നല്ല വ്യക്തമായ അക്ഷരത്തിൽ ഉച്ചരിച്ചുകൊണ്ട് ആ യാഗം ചെയ്യുകയാണ്. കർത്തവ്യമായുള്ള കർമ്മം, ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനു പ്രസാദത്താൽ, അഗ്നിയുടെ പ്രസാദത്താൽ അതിദ്രുതം ശസ്ത്ര അസ്ത്ര ചാപ രഥാദികളോടും അന്തർധാന വിദ്യയും, ശസ്ത്രങ്ങൾ കൊടുത്തു, അസ്ത്രങ്ങൾ കൊടുത്തു, ചാപം, രഥങ്ങൾ, ഇതൊക്കെ അഗ്നിദേവൻ പ്രസാദിച്ച് ഈ ഇന്ദ്രജിത്തിന് കൊടുത്തു. മാത്രമല്ല അന്തർധാന വിദ്യയും, ആ യുദ്ധത്തിൽ അന്തർധാനം ചെയ്തുകൊണ്ട് ശത്രുക്കളെ വധിക്കാനുള്ള വിദ്യയും ഒക്കെ ലബ്ധ്വ, നേടിയിട്ട് നിരാകുലം, അപ്പോൾ തന്നെ ആത്മവിശ്വാസം വന്നു. ഒരു വിഷമവുമില്ലാതെ ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായി ആശരൻ, ആ രാക്ഷസൻ. പോർക്കളം പുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർത്തടുത്തിടിനാർ. അങ്ങനെ ഇന്ദ്രജിത്തും കൂട്ടരും വരുന്നത് കണ്ടിട്ട് അവരെ ചെറുക്കാനായിട്ട് കവികളും ഓടി വന്നു. മേഘജാലം വർഷിക്കുന്നത് പോലെ, മഴ പെയ്യുന്നത് പോലെയാണ് മേഘനാഥൻ കണ എന്നാൽ അമ്പ് തൂകിത്തുടങ്ങിനാൻ. തിരിച്ച് പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ട്, വാനരന്മാർ പർവ്വതങ്ങളെയും പാഷാണം, കല്ല്, വൃക്ഷം ഇതൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് എറിയുന്നത്. ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജി പദാതി രഥികളും, എല്ലാ കാലാൾപ്പടയും ആനയും കുതിരയും ഒക്കെ അന്തകൻ തൻ പുരിയിൽ ചെന്ന് പുക്കവർക്ക് അന്തം വരുന്നത് കണ്ടൊരു രാവണി. ഈ വാനരന്മാരുടെ ആക്രമത്തിൽ ഇന്ദ്രജിത്തിന്റെ കൂടെ വന്ന പല രാക്ഷസന്മാരും അവർ സഞ്ചരിക്കുന്ന വാഹനത്തോടുകൂടെ തന്നെ അന്തകന്റെ പുരിയിൽ, കാലപുരിയിൽ പോയത് കണ്ടിട്ട് രാവണി എന്ന രാവണന്റെ മകൻ സന്താപമോടും അന്തർധാനവും ചെയ്തു. തനിക്ക് കിട്ടിയ ആ വിദ്യ പ്രയോഗിക്കാൻ പോവുകയാണ്. അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ ഇനി എവിടെ നിന്നാണ് ഈ അസ്ത്രം വരിക എന്ന് ഇവിടെയുള്ളവർക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. മാത്രമല്ല എയ്തത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ബ്രഹ്മാസ്ത്രത്തെയാണ് എയ്യുന്നത്. സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം, ഒരുപാട് ബ്രഹ്മാസ്ത്രം അങ്ങെയ്തു. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വൃക്ഷങ്ങൾ പൊരിഞ്ഞു വീഴുന്നത് പോലെയാണ് വാനരന്മാർ ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുകയാണ്.
വമ്പര മർക്കടന്മാരുടെ മെയ്യിൽ വന്ന് 50, 100, 200, 500 അമ്പുകൾ കൊണ്ട് പിളർന്നു തെരുതരെ കമ്പം കലർന്ന് മോഹിച്ചു വീണിടിനാർ. എല്ലാവരും മോഹിച്ചു വീഴുകയാണ്. 50, 100 ഒക്കെ ശരങ്ങളാണ് ഓരോരുത്തരുടെ ശരീരത്തിലും. ഇനി ഓരോ കണക്ക് പറയുകയാണ്, ആരുടെയൊക്കെ ശരീരത്തിൽ എത്ര അമ്പ് കൊണ്ടു. 50 ബാണം വിവിധനേറ്റു. വിവിധൻ എന്ന വാനരന് 50 ഏറ്റു. പുനരൊമ്പതും മൈന്ദന് 9 എണ്ണം. പിന്നെ 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിത് ഔവണ്ണമേറ്റു ഗന്ധമാദനൻ മെയ്യിലും. 29 ഏറ്റു. 18 ഏറ്റിതു നീലനും. 30 ഈരഞ്ചു ബാണങ്ങൾ. 30 പിന്നെ ഒരു ഈരഞ്ച്. അപ്പോൾ 10, 30, 10, 40 ബാണങ്ങൾ ജാംബവാൻ മെയ്യിലും. 6 പനസനും. 7 വിനതന്. 6 × 2 12 സുഷേണനും. 8 കുമുദനും. 6 × 30 ബാണം. കേസരിക്ക് 6ഉം ഒരു 50ഉം കൂടെ, 6 + 50, അപ്പൊ 56 കൂടെ വന്നേറ്റിതു. 10 ശതബലിക്ക് 9 ധൂമ്രനും. 10ഉം ഒരു 8ഉം, അപ്പോൾ 18 പ്രമാധിക്കും ഏറ്റിതു. 10ഉം പുനർ 25ഉം, അപ്പോൾ 35 ഏറ്റിതു. ശക്തിയേറും വേഗദർശിക്ക് അതുപോലെ 40 കൊണ്ട് ദധിമുഖൻ മെയ്യിലും. 42 ഗവാക്ഷനും ഏറ്റിതു. 3 ഗവയനും. 5 ശരഭനും. 3ഉം ഒരു 4ഉം, അപ്പോൾ 7 ഏറ്റു സുമുഖനും. ദുർമുഖന് ഏറ്റിത് 24 അമ്പ്. സമ്മാനമായി 65 താരനും. ജ്യോതിർമുഖനും 60 ഏറ്റു. പുനരാതങ്കമോട് 50 അഗ്നിവദനനും. അങ്കദന്മേൽ 75 കൊണ്ടിതു. തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. 100 എണ്ണമാണ് സുഗ്രീവന് കൊണ്ടത്. യുദ്ധം കപികുല നായകന്മാർ 67 കോടിയും വീണിതു ഭൂതലേ. എല്ലാവരും ഭൂമിയിൽ വീണു. മർക്കടന്മാർ 21 വെള്ളവും അർക്കതനയനും. 21 വെള്ളമാണ് ഈ 67 കോടി എന്ന് പറയുന്നത്. അപ്പോൾ മർക്കട തനയനായിട്ടുള്ള സുഗ്രീവനും വീണോരനന്തരം. ആവതില്ലേതും ഇതിന് നമുക്കെന്ന് ദേവദേവന്മാരും അന്യോന്യം അന്നേരം. അയ്യോ, ഇതൊന്നും കാണാൻ വയ്യ എന്ന് ദേവന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ. ഇങ്ങനെ അവർ ദേവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആ സമയത്തേക്ക് ഋഷ കോപത്തോടുകൂടെ രാഘവന്മാരെയും, രാഘവന്മാർ എന്നാൽ രണ്ടുപേരും രഘുവംശത്തിൽ ജനിച്ചവരാണ്, അതുകൊണ്ട് രാമലക്ഷ്മണന്മാരെയും രാഘവന്മാർ എന്ന് ഒരുമിച്ച് പറയുകയാണ്. അവരെയും എയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യ വ്രതധരൻ, ആ വ്രതത്തിന്റെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത്. ശോകവിഷണ്ണമായി, ആകെ ഒരു മൂകതയായി, നിശ്ചലമായിതു ലോകവും. കൗണപാധീശ ജയത്തിനാഖണ്ഡലാരിയും. കൗണപാധീശൻ, അപ്പോൾ ഇവിടെ ഇന്ദ്രജിത്ത് ജയിക്കുക എന്നാൽ രാവണൻ ജയിച്ചതുപോലെയാണ്. അതാണ് കൗണപാധീശനായിട്ടുള്ള രാവണന്റെ ജയത്തിനാൽ ആഖണ്ഡലാരി, ഇന്ദ്രന്റെ ശത്രുവായിട്ടുള്ള ഇന്ദ്രജിത്ത് ശംഖനാദം ചെയ്ത് വേഗേന ലങ്കയിൽ പുക്കിരുന്നിടിനാൻ. ലേഖസമൂഹവും ദേവസമൂഹം മുഴുവൻ മാഴ്കി ഗതാശയ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടെന്നതുപോലെ അവരൊക്കെ ദുഃഖിച്ചു, വളരെയധികം ദുഃഖിച്ചിങ്ങനെ ഹതാശരായിട്ട് നിന്നു. ഔഷധാഹരണ യാത്ര. കൈകസി നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ. എന്നാൽ വിഭീഷണന് ഒരാപത്തും സംഭവിച്ചിട്ടില്ല. പോക്കുവൻ മേലിൽ ആപത്ത് ഞാനെന്നോർത്ത്, ഇനി വരാൻ പോകുന്ന ആപത്ത് ഞാൻ പോക്കണം, ഇത് ഇല്ലാതാക്കണം എന്ന് വിചാരിച്ച് പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. അവിടെ നിന്ന് മാറുകയാണ്. ആ പോർക്കളം വിട്ടിട്ട് കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ, അതായത് ജീവൻ പോകാനിരിക്കുന്നവരിൽ പ്രാണനുള്ളവർ ആരെന്നറിയണമെന്നോർത്ത്, ആരെങ്കിലും ഇത്തിരിയെങ്കിലും ജീവൻ ബാക്കിയുള്ളവരുണ്ടോ എന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനും അന്നേരം. ആ സമയത്ത് വായുപുത്രനും മരണം സംഭവിച്ചിട്ടില്ല, കാരണം അങ്ങനെ ഒരു വരമുള്ളതുകൊണ്ട്. അപ്പോൾ വായുപുത്രനായിട്ടുള്ള ഹനുമാനും ഇതുപോലെ ആരെങ്കിലും ഇനി ബാക്കിയുണ്ടോ എന്നറിയാനായിട്ട് ഈ പോർക്കളത്തിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. ആരിനിയുള്ളതൊരു സഹായത്തിന് എന്ന് ആരായിക വേണമെന്നോർത്തവനും തഥാ. ആരാ ഇനി ഒരു സഹായത്തിന് എന്നിങ്ങനെ ആലോചിച്ചു.
ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിലാരെന്ന് നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം. അങ്ങനെ ഹനുമാൻ ഒറ്റയ്ക്ക് ഇത്രയും മരിച്ചു കിടക്കുന്ന വാനരന്മാരുടെ ഇടയിൽ കൂടെ നടക്കുകയാണ്. ആരാണിനി, ആരെങ്കിലും ഒരാൾ ജീവനോടെ ബാക്കിയുണ്ടോ എന്ന്. അങ്ങനെ നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യമറിഞ്ഞ് ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ രണ്ടുപേരും ശുദ്ധ ഹൃദയന്മാരാണ്. നടന്നിടിനാർ. പിന്നെ അവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ പാഥോജ സംഭവ നന്ദനൻ, ബ്രഹ്മാവിന്റെ മകനായിട്ടുള്ള ജാംബവാൻ, താതൻ അനുഗ്രഹം കൊണ്ട്, ജാംബവാന്റെ അച്ഛനായ ബ്രഹ്മാവിന്റെ പേരിലുള്ള അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം ജാംബവാനെ അധികം ബാധിച്ചില്ല. അങ്ങനെ മോഹം തീർന്ന് ഇരിക്കുകയായിരുന്നു ജാംബവാൻ. എന്നാൽ കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ, കാരണം ഒന്നാമത് പ്രായമായിരിക്കുന്നു, ഒപ്പം കണ്ണിൽ ഇങ്ങനെ ചോര അവിടെ തടഞ്ഞിരിക്കുകയാണ്, കാഴ്ച കാണുന്നില്ല ഒന്നും, ആരാ വരുന്നത് എന്ന്. അങ്ങനെ ആ ജാംബവാന്റെ അടുത്ത് ചെന്ന് വിഭീഷണൻ ചോദിച്ചിതാതരാൽ, നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ, നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ. വിഭീഷണൻ ചോദിക്കുകയാണ്, അങ്ങേക്ക് ജീവനുണ്ടല്ലോ അല്ലേ, സന്തോഷമായി, എന്നെ മനസ്സിലായോ? കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ട്, എൻ്റെ കണ്ണിൽ ചോര വന്നിട്ട് എനിക്ക് കാണാൻ വയ്യ. എന്നാലും നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതി, എനിക്ക് തോന്നുന്നുമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നത്, നീ വിഭീഷണനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക, സത്യമല്ലേ, നീ വിഭീഷണനല്ലേ? അപ്പോൾ വിഭീഷണൻ പറയുന്നു, സത്യം, വിഭീഷണനായത് ഞാനെടോ. സത്യമതേ പുനരെന്നത് കേട്ടവൻ ചോദിച്ചിത് ആശരാധീശ്വരൻ തന്നോട്. അപ്പൊ കൂടെയുള്ള ഹനുമാനെ ജാംബവാൻ കാണുന്നില്ല, നേരത്തെ പറഞ്ഞു കണ്ണുപിടിക്കുന്നില്ല. അപ്പോൾ വിഭീഷണൻ ചോദിച്ചത് കൊണ്ടാണ് വിഭീഷണനെ മനസ്സിലായത്. അപ്പോൾ ആശരാധീശ്വരനായിട്ടുള്ള രാക്ഷസ രാജാവായിട്ടുള്ള വിഭീഷണനോട് ജാംബവാൻ ചോദിക്കുകയാണ്, ബോധമുണ്ടല്ലോ ഭവാൻ ഏറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ. അപ്പോൾ അങ്ങൊരു കാര്യം തിരയണം, ഈ ബ്രഹ്മാസ്ത്രമെയ്ത് മരിച്ച വാനരന്മാരിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണം ഇനിയടോ. ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ, അതൊന്ന് അന്വേഷിക്കാമോ എന്ന് ജാംബവാൻ ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഇത്രയും കോടി വാനരന്മാരിൽ സുഗ്രീവനെ ചോദിച്ചില്ല, അംഗദനെ ചോദിച്ചില്ല, ഹനുമാനെയാണ് ചോദിച്ചത്. ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ വിഭീഷണൻ അത്ഭുതമായി ചോദിച്ചിതാശു വിഭീഷണൻ, എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും. ഹനുമാന്റെ കാര്യം എടുത്തു ചോദിക്കാൻ മാത്രം ഹനുമാനോട് എന്താണിത്ര വാത്സല്യം? രാമ സൗമിത്രി സുഗ്രീവ അംഗദാദികളാം അവരേവരിലും വിശേഷിച്ച്, രാമൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചില്ല, ലക്ഷ്മണനെ ചോദിച്ചില്ല, സുഗ്രീവൻ അംഗദാദികൾ ഇവരാരിലും അങ്ങേക്കൊരു വിശേഷവും വൈശിഷ്ട്യവും കാണുന്നില്ലേ? ചോദിച്ചതെന്ത് സമീരണപുത്രനെ, എന്തുകൊണ്ടാണ് ഹനുമാനെ കൊണ്ട് ചോദിച്ചത്? മോദിച്ചതെന്ത് അവനെ കുറിച്ച് ഏറ്റവും, എന്താണ് അവനിൽ അങ്ങേക്ക് ഇത്ര ഇഷ്ടമുള്ളൊരു കാര്യം? അപ്പോൾ ജാംബവാൻ പറയുകയാണ്, എങ്കിലോ കേൾക്ക നീ, മാരുതി ഉണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതി ഒരാൾ മതി, ഈ വാനരന്മാർ മുഴുവൻ ജീവിച്ചിരിക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. ഹനുമാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വാനരസേന ഇല്ല എന്ന് കരുതിക്കൊള്ളുക. സാരസ സംഭവപുത്ര വാക്യം കേട്ട്, ജാംബവാന്റെ വാക്യം കേട്ട് മാരുതി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഹനുമാനും ബഹുമാനിച്ച് സാദരം, ഞാനിതല്ലോ മരിച്ചില്ല എന്നവൻ കാൽക്കൽ ആമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഹനുമാൻ പറഞ്ഞു, ഞാനുണ്ട്, ഞാൻ ജീവനോടെയുണ്ട്. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാംബവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ, മേഘനാഥ അസ്ത്രങ്ങളേറ്റ് മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും വാനരന്മാരെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല, നീ എന്നിയെ, നീ മാത്രമേയുള്ളൂ ഹനുമാനെ. പോകവേണം നീ ഹിമവാനെയും കടന്നാകുലമറ്റ് കൈലാസ ശൈലത്തോളം, ആ കൈലാസ പർവ്വതത്തിലേക്ക് നീ പോകണം. കൈലാസ സന്നിധിയിങ്കൽ ഋഷഭാദ്രിമേലുണ്ട്, ഋഷഭ പർവ്വതത്തിന്റെ മുകളിലുണ്ട് ദിവ്യൌഷധങ്ങൾ അറിക നീ.
നാലുണ്ട് ദിവ്യ ഔഷധങ്ങൾ, അവറ്റിന് നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി, അവിടെ ഓരോരോ പർവ്വതത്തിലുള്ളതാണ്. ഒന്ന് വിശല്യകരണി എന്നൊന്നെടോ, പിൻപ് അതിൻ്റെ പുറകിലായിട്ട് സന്ധാനകരണി, മൂന്നാമതും നല്ല സുവർണകരണി, നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. രണ്ട് ശൃംഗങ്ങൾ ഉയർന്നു കാണാം, രണ്ട് കുന്നുകളായിട്ട് ഇങ്ങനെ ഉയർന്നു കാണാം. അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും, രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് മരുന്നുള്ളത്. ആദിത്യനോളം പ്രഭയുണ്ട് നാലിനും, നാല് ഈ ഔഷധ കൂട്ടങ്ങളും നല്ല പ്രഭ ചൊരിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത് കാണാം. കാരണം അവ വേദസ്വരൂപങ്ങളെന്നും അറിയുക നീ. വാരാനിധിയും സമുദ്രവും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും ഒരുപാട് താണ്ടാനുണ്ട്. രാജ്യങ്ങളും കടന്നാരാൽ വരിക, മരുന്നുകളും കൊണ്ട് മാരുതനന്ദന പോക നീ വൈകാതെ. എത്രയും പെട്ടെന്ന് പോകൂ ഹനുമാനെ നീ. യുദ്ധം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുത് മഹേന്ദ്രമേറിയിടിനാൻ. മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ സുമേരു പർവ്വതത്തിന്റെ ആകൃതിയിലേക്ക് തൻ്റെ ശരീരത്തെ വളർത്തിയിട്ട് വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. പോകുന്നതിന് മുൻപ് തൻ്റെ ശക്തി അറിയിക്കാൻ ഒന്ന് അലറി സിംഹഗർജനത്തോടെ. എന്നിട്ട് വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു. മഞ്ഞുപർവ്വതം, അതായത് പർവ്വതങ്ങളൊക്കെ പിന്നിട്ട് കൈലാസത്തെ പിന്നിട്ട് വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും, ആ ബ്രഹ്മലോകത്തിന്റെ അടുത്ത്, അതുപോലെ ശങ്കരശൈലം, നേരെ ധരാനദിയും അളകാപുരം, ഇതൊക്കെ പോകുന്ന വഴിയിലുള്ളതാണ്. മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ട് മാരുതി വിസ്മയപ്പെട്ട് നോക്കിയിടിനാൻ. ഇതിൽ ഏതാണ് ശരിക്കും എന്ന് മനസ്സിലാകുന്നില്ല. മാത്രമല്ല അവിടുത്തെ ആ ഒരു കാഴ്ച കണ്ടിട്ട് മാരുതിക്കും വലിയ വിസ്മയമായി. അങ്ങനെ വിസ്മയത്തോടുകൂടെ നോക്കി നിൽക്കുകയാണ്, ഇതിൽ ഏതാണ് ഞാൻ എടുക്കേണ്ടത്. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങ് മാരുതവേഗേന, കാറ്റിന്റെ വേഗത്തിൽ പോയതറിഞ്ഞ് ഒരു ചാരവരന്മാർ, എല്ലായിടത്തും രാവണന്റെ ചാരന്മാരുണ്ട്. അപ്പോൾ ചാരന്മാർ ഈ കാര്യം അറിഞ്ഞ് നിശാചരാധീശനോട്, രാവണനോട് ആരുമറിയാതെ ചെന്ന് ചൊല്ലിയിടിനാർ. ഹനുമാൻ ഇങ്ങനെയൊരു ഔഷധം തേടിപ്പോയ കാര്യം പറഞ്ഞു. ചാരവാക്യം കേട്ട് രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. എങ്ങനെയാണ് ഇത് മുടക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. ചിന്താവശനായി മുഹൂർത്തം ഇരുന്നളവ് അന്തർഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഒരു ആശയം ലഭിച്ചപ്പോൾ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവ് അതിവിസ്മയം പൂണ്ടവൻ. ഇത്തവണ കാലനേമി എന്ന അസുരനെയാണ് സഹായത്തിനായിട്ട് സമീപിക്കുന്നത്. രാവണനെ കണ്ടപ്പോൾ വിസ്മയം പൂണ്ട് ആ കാലനേമി ആപൂർണമോദം തൊഴുതു സംത്രസ്തനായി. എന്നാൽ ചെറിയൊരു പേടിയുമുണ്ട്. എന്ത് ഏടാകൂടം ഒപ്പിക്കാനാണ് ഈ വരവ്? കാരണം രാവണൻ മുമ്പ് മാരീചനെ കൊണ്ട് ചെയ്യിപ്പിച്ചതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ബഹുമാനം ഒട്ടും കുറയ്ക്കാതെ അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു. ചോദിച്ചാൻ അർക്കോദയം വരും മുൻപേ, സൂര്യോദയം വരും മുൻപേ ലഘുതരം, വളരെ പെട്ടെന്ന് ഇങ്ങെഴുന്നെള്ളുവാൻ എന്തൊരു കാരണം? ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ, കൂടെയാണെങ്കിൽ ആരുമില്ല, ഇതെന്താണ് കാരണം? ദുഃഖ നിപീഡിതനാകിയ രാവണൻ ആ കാലനേമി തന്നോട് ചൊല്ലിയിടിനാൻ. ഈ കാലവൈഭവം എന്ത് ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊൽവാൻ അത്ര വന്നതും. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതിനൊരു സഹായത്തിനായിട്ടാണ് ഇവിടെ വന്നത്. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു, ശക്തി എന്ന വേൽ ഏറ്റിട്ട് വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്ത് ബ്രഹ്മാസ്ത്രമെയ്തു മമ ആത്മജൻ, എൻ്റെ മകനായ ഇന്ദ്രജിത്ത് മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. എല്ലാവരും മരിച്ചു. വെന്നിപ്പറയും അടുപ്പിച്ചിതാത്മജൻ, അങ്ങനെ സൂചകമായിട്ട് വെന്നിപ്പറയൊക്കെ അടുപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് ജീവിപ്പിച്ചുകൊള്ളുവാൻ, അവരെയൊക്കെ ജീവിപ്പിക്കാൻ
മാരുതനന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ. ചെന്ന് വിഘ്നം വരുത്തേണം അതിന് നീ, നിന്നോട് ഉപായവും ചൊല്ലാം അതിനെടോ. നീ അതിന് തടസ്സം നിൽക്കണം. അതിനെന്താണ് ഒരു ഉപായം? താപസനായി ചെന്ന് മാർഗമധ്യേ പൊക്കൂ, പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ച് കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. നീ ഇടയിൽ, മാരുതനന്ദനൻ പോകുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ആശ്രമ പരിസരം കൃത്രിമമായി ഉണ്ടാക്കി അവിടെ നീ ഒരു താപസനായിട്ട് ഇരുന്ന് പാപവിനാശനത്തെ, അതായത് ഒരാൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകണം ഒരു സന്യാസിയുടെ വാക്കുകളാണ് എന്ന്, അങ്ങനെയുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ച് അവൻ പോകുന്നതിന് വിളംബം ചെയ്യണം. അവനെ ഒന്ന് താമസിപ്പിക്കണം അവിടെ എത്തുന്നതിന്. അത് വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും. താമസവാക്കുകൾ എന്നാൽ ഒരാൾക്ക് ദ്രോഹം ചെയ്യാനുള്ള വാക്കുകൾ കേട്ടപ്പോൾ കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ, സാമവേദജ്ഞ, സാമവേദം പഠിച്ചവനാണ് നീ. അപ്പോൾ ഭക്തി ഉള്ളിൽ ഇല്ല, ചിത്തശുദ്ധി ഇല്ല എങ്കിൽ ഇതൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നീ ഇതൊക്കെ അറിയുന്നവനല്ലേ രാവണ? സർവജ്ഞ, വേദങ്ങളും ന്യായങ്ങളും രാജതന്ത്രങ്ങളും എല്ലാം അറിയുന്നവനാണ് നീ. ലങ്കേശ്വര, ഇനി സാമമാം എന്നുടെ വാക്ക്. സാമം എന്നാൽ ഉപദേശ രൂപേണ പറയുന്ന വാക്ക് കേൾക്കേണമേ. നിന്നെക്കുറിച്ച് മരിപ്പതിനി കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. നിനക്കൊരു സഹായം ചെയ്തിട്ട് മരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. ശ്രീരാമചന്ദ്രന് എതിരായിട്ടൊരു കാര്യം ചെയ്താൽ മരണം സുനിശ്ചിതമാണ്. അതിനെനിക്ക് ഒരു മടിയുമില്ല. പക്ഷേ ഞാൻ ഇതാണ് ചോദിക്കുന്നത്, മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചിട്ട് നീ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? തനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ യുദ്ധത്തിൽ വിട്ടുകൊടുത്ത് അവർ മരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് എങ്ങനെ സുഖമായി ജീവിക്കാൻ സാധിക്കും? ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും? പിന്നീടുള്ള കാലം നിനക്ക് ദുഃഖമല്ലാതെ വേറെ എന്താണ് ഉണ്ടാവുക? എന്ത് രാജ്യം കൊണ്ട് പിന്നെ ഒരു ഫലം? രാജ്യം കൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാവുക? എന്ത് ഫലം തവ ജാനകിയെ കൊണ്ടും? ജാനകിക്ക് വേണ്ടിയാണല്ലോ നീ ചെയ്യുന്നതൊക്കെ. എല്ലാം നഷ്ടപ്പെട്ടിട്ട് നിനക്ക് സീതയെ കിട്ടിയിട്ട് വല്ല കാര്യവുമുണ്ടോ? ഹന്ത, എന്തൊരു കഷ്ടമാണ്. ജഡാത്മകമായ ദേഹം കൊണ്ടും എന്ത് ഫലം തവ ചിന്തിച്ച് കാൺകടോ. ഇനി കാലനേമിയും രാവണന് തത്വോപദേശം ചെയ്യുകയാണ്. ഈ ജഡാത്മകമായ ദേഹം കൊണ്ട് എന്ത് ഫലം? സീതയെ രാമന് കൊണ്ടക്കൊടുത്ത് നീ സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക. വിഭീഷണന് രാജ്യം കൊടുക്കൂ. എന്നിട്ട് കാനനം തന്നിൽ മുനിവേഷവും പൂണ്ട് ശരിയായ ഒരു സന്യാസിയായിട്ട്, നേരത്തെ കള്ളസന്യാസിയായിട്ട് സീതയെ തട്ടിക്കൊണ്ടുവന്നു, ഇനി യഥാർത്ഥത്തിൽ സന്യസിച്ചിട്ട് മാനസശുദ്ധിയോടും കൂടെ നിത്യവും പ്രത്യുഷസി ഉത്ഥായ, 7:30 പുലർച്ചയ്ക്ക്, അത്രയും രാവിലെ ഉണർന്നിട്ട് ശുദ്ധതോയെ, ശുദ്ധമായ വെള്ളത്തിൽ കുളിച്ച് അത്യന്ത ഭക്തിയോടെ അർക്കോദയം കണ്ട് പിന്നീട് സൂര്യോദയം കണ്ട് ആ സന്ധ്യാ നമസ്കാരം, രാവിലെയുള്ള പ്രാതസന്ധ്യാ നമസ്കാരവും ചെയ്ത് ശീഘ്രം ഏകാന്തേ സുഖാസനം പ്രാപിച്ച് അങ്ങനെ ധ്യാനനിമഗ്നനായി തുഷ്ടനായി സർവ വിഷയ സംഘങ്ങളും കൈവിട്ട് വിഷയങ്ങളോടുള്ള ആസക്തി കൈവിട്ട് സർവ ഇന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ എല്ലാ ഇന്ദ്രിയങ്ങളെയും തന്നിലേക്ക് തന്നെ ഏകാഗ്രപ്പെടുത്തി എന്നിട്ട് ആത്മനി, തൻ്റെ ഉള്ളിൽ കണ്ടുകണ്ട് ആത്മാനം, തൻ്റെ ഉള്ളിലെ ജീവാത്മ സ്വരൂപത്തെ തന്നെ ഏകാഗ്രമായിട്ട് ആത്മന, മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുക. സ്വാത്മോദയം കൊണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ ഉള്ളിലെ ജീവാത്മ സ്വരൂപത്തെ കാണാൻ കഴിയുമ്പോൾ സർവലോകങ്ങളും, ഈ ലോകത്തിലുള്ള മുഴുവനും, സ്ഥാവര ജംഗമ ജാതികളായുള്ള ദേവ തിര്യക്ക് പക്ഷികൾ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധി ഇന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും, അങ്ങനെ ഉള്ളിൽ ഏകാഗ്രമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ
നമുക്ക് ആ സത്യം വ്യക്തമാകും. ഉള്ളിലെ ജീവാത്മസ്വരൂപം, അതാണ് ദേഹി. ആ ദേഹിയാണ് ഇവിടെയുള്ള എല്ലാ ജഡവസ്തുക്കൾക്കും ആധാരം, സർവത്തിനും ആധാരമെന്നത് നമുക്കത് വ്യക്തമാകും. ആ ബ്രഹ്മസ്തംഭപര്യന്തമായ എന്തോന്ന്, ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് സ്തംഭപര്യന്തം, ഒരു പുൽക്കൊടി വരെ, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എന്തോന്ന് താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും, ഈ ലോകത്തിൽ നീ ആസക്തിയോടെ കണ്ടതും കേട്ടതുമൊക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. ഇതൊക്കെ ആ മായാപ്രകൃതിയാണ്. സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു. നമുക്കൊരു സദ്ഗുരുവിനെ കിട്ടുകയാണെങ്കിൽ ആ സദ്ഗുരു ഇതിനെ വിളിക്കുന്നത് മായ എന്നാണ്. ഈ കണ്ട ലോകവൃക്ഷത്തിന് അനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്ക് കാരണം. ഈ ലോകം ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ സർഗം, അതിൻ്റെ സൃഷ്ടി, പിന്നെ സ്ഥിതി, വിനാശം, സംഹാരം, ഇതിനൊക്കെ കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം. ലോഹിതം ചുവപ്പ് വർണ്ണം, അത് രജോ ഗുണത്തെ സൂചിപ്പിക്കുന്നു. ശ്വേതം വെളുത്ത വർണ്ണം സത്വഗുണത്തെ സൂചിപ്പിക്കുന്നു. കൃഷ്ണവർണ്ണം കറുപ്പ് വർണ്ണം, അത് തമോ ഗുണത്തെ. ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. ഇനി ഈ മായയുടെ പുത്രഗണമാണ് കാമക്രോധാദികളെല്ലാം. മായയിൽപ്പെട്ടവർക്കാണ് അതിൻ്റെ സന്തതികളായിട്ട്, മായയിൽപ്പെട്ടവർക്ക് ഉണ്ടാവുന്ന ഭ്രമക്കാഴ്ചകൾ, അതിൽ ഭ്രമിച്ചിട്ടാണ് അതിനോടൊരാഗ്രഹം തോന്നുന്നത്, അത് കിട്ടാതിരിക്കുമ്പോൾ ക്രോധമുണ്ടാകുന്നത്. ഇനി മായയുടെ പുത്രികൾ എന്ന് പറയുന്നത് തൃഷ്ണാഹിംസാദികളടോ. തൃഷ്ണ, കിട്ടിയാലും തീരാത്ത ആഗ്രഹം. ഇനി അതിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മനസ്സുണ്ടായാൽ അത് ഹിംസയാകുന്നു. തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ച് തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ. ഈ മായാപ്രകൃതി തൻ്റെ ഈ സത്വരജ തമോ ഗുണങ്ങളെ കൊണ്ട് നമ്മയൊക്കെ, ഈ ജീവാത്മാവിനെ മോഹിപ്പിച്ചിട്ട് തൻ്റെ വശത്താക്കും ആത്മാവിനെ. ജീവാത്മാവിനെ തൻ്റെ വശത്താക്കുന്നു, തൻ്റെ അധീനതയിലാക്കുന്നു. അങ്ങനെ അധീനതയിലാക്കുന്നത് കൊണ്ട് കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ, ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന ആ തോന്നലുകളൊക്കെ നിത്യം ആത്മാവാകും ഈശ്വരൻ തങ്കലെ നിർഗുണമായിട്ടുള്ള ആ ജീവാത്മസ്വരൂപത്തിൽ ആരോപണം ചെയ്ത് ആ ജീവനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു. ഇതൊക്കെ ആ മായാപ്രകൃതിയുടെ ഒരു കളിയാണ്. ശുദ്ധനാത്മാ, യഥാർത്ഥത്തിൽ ഈ ആത്മാവ് ശുദ്ധമാണ്. അതിന് യാതൊരു വിധത്തിലുള്ള കളങ്കമില്ല, ഗുണമില്ല, വികാരങ്ങളില്ല. പക്ഷേ ആ പരൻ ഏകൻ അവളോട് യുക്തനായി വന്നു. ആ ശുദ്ധസ്വരൂപം ഈ മായയോട് ചേരുമ്പോഴാണ് വന്ന് പുറത്തു കാണുന്നിതു. എന്നിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തെ മാത്രമാണ്, പുറത്തെ ലോകത്തെ കണ്ടങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളിലെ ആത്മാവിനെ താൻ മറക്കുന്നു. ഇതന്വഹം. എപ്പോഴും മായാഗുണ വിമോഹത്തിനാൽ, മായയ്ക്ക് വശപ്പെട്ട് നമ്മൾ ജീവിക്കുന്നതിനാൽ പുറം ലോകത്തിലേക്ക് ശ്രദ്ധ പോകുന്നത് കൊണ്ട് ഉള്ളിലെ ആ സത്യത്തെ നമ്മൾ അറിയാതെ പോകുന്നു. ഇനി എങ്ങനെ നമ്മൾ ഇതറിയും? ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ, ഈ സത്യം അറിഞ്ഞ് അനുഭവിക്കുന്ന ഒരു ഗുരുവിനാൽ നമ്മൾ ബോധിപ്പിക്കപ്പെടണം, ഉദ്ബോധ്യരാകണം. അങ്ങനെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള, പരമാത്മ സത്യത്തെക്കുറിച്ച് ബോധം വരുമ്പോൾ നമ്മൾ നിവൃത്ത ഇന്ദ്രിയനുമാകുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നൊക്കെ മനസ്സ് വിടുവിക്കാൻ സാധിക്കുന്നു. അങ്ങനെയാകുമ്പോൾ കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവിനെ സ്പഷ്ടമായി കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണുന്നതെല്ലാം അവന് വന്നു തഥാ. അപ്പോഴാണ് ജീവിതത്തിനൊരു കൃതകൃത്യത, തനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി എന്ന തോന്നൽ അവന് വരുന്നത്. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപ്പെട്ട് ജീവൻ മുക്തനായി വരും ദേഹിയും.
ഇങ്ങനെ തൻ്റെ ഉള്ളിലെ ആ ആത്മാവിനെ ദൃഷ്ട്വാ കണ്ടിട്ട് പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ട് പിന്നെ ഈ മായാഭ്രമം അവനെ ബാധിക്കുകയില്ല. അങ്ങനെ ജീവൻ മുക്തനായി വരും ദേഹിയും. ആ സൂക്ഷ്മ ജീവൻ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം ജീവൻ മുക്തനാകുന്നു, ജീവിച്ചിരിക്കെ മുക്തനാകുന്നു. നീയും ഏവം സദാ ആത്മാനം വിചാരിച്ച് മായാഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി രാവണനെ ഉപദേശിക്കുകയാണ്. അദ്യപ്രഭൃതി, ഇന്ന് മുതൽ വിമുക്തൻ ആത്മാവിധി ജ്ഞാത്വ, ഈ ആത്മാവ് വിമുക്തനാണ് എന്ന് ജ്ഞാത്വ അറിഞ്ഞിട്ട് നിരസ്ത ആശയ, ആശകളൊക്കെ ആഗ്രഹങ്ങളൊക്കെ നിരസ്തം ഇല്ലാതാക്കിയിട്ട് അങ്ങനെ ജിതകാമനായി കാമനകളെയൊക്കെ ജയിച്ചവനായിട്ട് ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ല ഓർക്ക നീ. നിനക്ക് യാതൊരു വിധത്തിലുള്ള വികൽപ്പവും രണ്ട് എന്ന ഒരു സംശയം ഉണ്ടാവുകയില്ല. ഇനി അങ്ങനെ ധ്യാനിക്കാൻ മാത്രമുള്ള ഒരു മാനസികമായ പക്വത കിട്ടിയിട്ടില്ല എങ്കിൽ, അതാണ് ധ്യാനിപ്പതിന് സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച്, ആ സഗുണരൂപത്തിൽ ഏതെങ്കിലും ഒരു ദേവനെ ആശ്രയിച്ച്, ഇവിടെ ശ്രീരാമചന്ദ്രനെ തന്നെയാണ് പറയുന്നത്, അത്യന്ത ശുദ്ധിയ സ്വബുദ്ധിയ, ഭക്തി കൊണ്ട് ഉള്ളം തെളിയണം, ചിത്തം ശുദ്ധമാകണം. അങ്ങനെ ശുദ്ധമാകുന്ന സ്വബുദ്ധിയ, തൻ്റെ ബുദ്ധി കൊണ്ട് നിരന്തരം എല്ലായ്പ്പോഴും ഹൃത് പത്മകർണികാ മധ്യേ, ഹൃദയമാകുന്ന താമരയുടെ നടുവിലുള്ള ആ നാളി അല്ലെങ്കിൽ ആ ഒരു അല്ലിയുണ്ട്, ആ അല്ലിയുടെ മധ്യത്തിൽ സുവർണ പീഠോൽപ്പലെ, വലിയ താമരയായിട്ട് സങ്കല്പിക്കുക. അവിടെ സുവർണ പീഠത്തിൽ ആ ഉൽപ്പലം എന്നാൽ നീല നിറത്തിലുള്ള, ഏകദേശം കറുപ്പും ശ്യാമളവർണ്ണം, അങ്ങനെ രത്നഗണാഞ്ചിതേ, രത്നഗണങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ആ ഒരു പീഠത്തിൽ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദുതരെ, വളരെ മൃദുലമായിട്ടുള്ള ആ ഒരു ദേഹത്തോടുകൂടെ സീതയാ സംസ്ഥിതം, സീതയോടുകൂടെ ഇരിക്കുന്ന ലക്ഷ്മണ സേവിതം, ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്ന ബാണധനുർധരം, ചാപവും ബാണവും ധരിച്ച വീരാസനസ്ഥം, വീരമായ ശ്രേഷ്ഠമായിട്ടുള്ള ആസനത്തിൽ ഇരിക്കുന്ന ഐരാവതി തുല്യ പീതാംബരധരം, ഐരാവതി എന്നാൽ മിന്നൽ, മിന്നൽ കൊടിയുടെ ആ ഒരു പ്രഭയ്ക്ക് തുല്യമായിട്ടുള്ള പീതാംബരം ധരിച്ചിരിക്കുന്ന ഹാര കിരീട കേയൂര അംഗദ അങ്കുലീയ, ഹാരം മാല കിരീടം കേയൂരം തോൾവള അംഗദം കൈവള അങ്കുലീയം മോതിരം, ഇങ്ങനെ രത്നാഞ്ചിത കുണ്ടലം, കാതിലോലകൾ, നൂപുരം, ചാരു കടക കടിസൂത്ര കൗസ്തുഭ, എല്ലാം ഭഗവാന്റെ ഓരോരോ അവയവങ്ങളിൽ ധരിക്കുന്ന ആഭരണങ്ങളാണ്. കടിസൂത്രം അരഞ്ഞാണം, കൗസ്തുഭം ഭഗവാന്റെ കണ്ഠത്തിലെ മണിയാണ്. സാരസ മാല്യ വനമാലികാധരം, വളരെ മനോഹരമായിട്ടുള്ള, സാരസം എന്നാൽ താമരമാല, വനമാലിക അതുപോലെ വനമാല, ഇങ്ങനെയൊക്കെ ധരിച്ച ശ്രീവത്സ വക്ഷസം, ശ്രീവത്സം എന്ന മറുകുള്ള രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന സർവേശ്വരം പരം സർവവന്ദ്യം, എല്ലാവരാലും വന്ദിക്കപ്പെടുന്ന ശരണാഗത വത്സലം, ശരണാഗതി ചെയ്യുന്നവരിൽ അത്രയും വാത്സല്യത്തോടുകൂടിയ ആ ഭഗവാനെ ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും, ഇനി ഭഗവാന്റെ ചരിത്രം കേൾക്കുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെ ഉണ്ടാകുന്നു? പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ജന്മമുണ്ടാവുക? ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്താൽ മതി. ജന്മജന്മാന്തരത്തിങ്കിലും ഉള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോവും നിശ്ചയം. രാമശബ്ദം അത് നിരന്തരം ഉച്ചരിക്കുമ്പോൾ ജന്മജന്മാന്തരത്തിൽ ചെയ്ത പാപങ്ങൾ പോലും ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് വൈരം വെടിഞ്ഞ് അതിഭക്തി സംയുക്തനായി,
അത്യധികമായ ഭക്തിയോടുകൂടെ ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണം ഏകം, ഏകസ്വരൂപനായിട്ടുള്ള പരിപൂർണ സ്വരൂപനായ ആ ഭഗവാനെ സദാ എല്ലായ്പ്പോഴും ഹൃദി ഭാവിതം, ഹൃദയത്തിൽ അങ്ങനെ ധ്യാനിക്കുക. ആ ഭാവരൂപം പുരുഷം, ഭാവം എന്നാൽ ഇവിടെ ഉള്ളതായിട്ടുള്ള ആ ഭഗവാനെ, പുരുഷം പരം നാമരൂപാതിഹീനം, യഥാർത്ഥത്തിൽ പരമാത്മാവിന് നാമമില്ല, രൂപമില്ല. പുരാണം പണ്ടേക്ക് പണ്ടേ ഉള്ള ശിവം, ശിവസ്വരൂപമായിട്ടുള്ള അല്ലെങ്കിൽ മംഗളസ്വരൂപനായിട്ടുള്ള രാമം ഏവം ഭജിച്ചിടു നീ സന്തതം. ശ്രീരാമചന്ദ്രനെ നീ ഭജിക്കുക. ഇത് കേൾക്കുമ്പോഴേ അറിയാം ഇത് കാലനേമിയുടെ വാക്കുകൾ അല്ല, എഴുത്തച്ഛൻ്റെ വാക്കുകളാണ്. മുൻപ് പറഞ്ഞു, നമ്മെ എങ്ങനെയെങ്കിലും ഭഗവാനിൽ മനസ്സ് വെപ്പിക്കണം. അതിനായിട്ടാണ് ഇടയിൽ സാഹചര്യം വരുമ്പോഴൊക്കെ ഭഗവാനെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും ഇവിടെ അത് കാലനേമിയുടെ വാക്കുകളായി അവതരിപ്പിച്ചിട്ട് പറയുകയാണ്. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ, രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ. ഇത് ഒരു ഭക്തനെ സംബന്ധിച്ച് അമൃത തുല്യമാണ്. എന്നാൽ ഈ രാവണനെ സംബന്ധിച്ച് ഇത് വിഷതുല്യമാണ്. അത് കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായിട്ട്, ക്രോധം കൊണ്ട് കണ്ണൊക്കെ അങ്ങനെ ചുവന്നു. അങ്ങനെ വാളുമായി തദ്ഗളം ഛേദിപ്പൻ ഒരുമ്പെട്ടു ചൊല്ലിയിടിനാൻ. കാലനേമിയെ കൊല്ലാനായിട്ട് ഓങ്ങിക്കൊണ്ട് പറഞ്ഞു, നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് നിന്നെ കൊന്നിട്ട് ഞാൻ വിചാരിച്ചു കൊള്ളാം. കാലനേമി ക്ഷണദാചരൻ, ക്ഷണദാചരൻ എന്നാൽ അസുരൻ. ആ അസുരനായിട്ടുള്ള കാലനേമി അന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. ഇതിൻ്റെ കാരണം, എന്തുകൊണ്ട് രാവണൻ ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് പറഞ്ഞു, രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി രൂക്ഷതാഭാവം ഇതുകൊണ്ട് കിം ഫലം. നിനക്ക് എന്ത് ഫലമാണ് കിട്ടാൻ പോകുന്നത്? നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ, ഇത് എന്നുടെ സദ്ഗതിക്കെന്ന് ധരിക്ക നീ. ഞാൻ ഇത് അനുസരിക്കുന്നത് പോലും എന്നുടെ ആ ഒരു സദ്ഗതിക്ക് വേണ്ടിയിട്ടാണ്. കാരണം രാമകാര്യാർത്ഥമായിട്ട് ഞാൻ നിന്നെ ഉപദേശിച്ചു കഴിഞ്ഞു. ഇവിടെ ഭാവത്തിനാണ് പ്രധാനം. ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു പ്രാരബ്ധം എന്ന രീതിയിലാണ്. കാരണം കാലനേമി പറയുന്നത് രാമന് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുകയും അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു പാപം ചെയ്താലും അതെന്നെ ബാധിക്കുകയില്ല. കാരണം മനസ്സുകൊണ്ട് ഞാൻ ശ്രീരാമചന്ദ്രന് അനുകൂലമാണ്. അതുകൊണ്ടാണ് ആ ഒരു ആത്മവിശ്വാസത്തിൽ പറയുന്നത്, ഇത് എന്നുടെ സദ്ഗതിക്കാണ്. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന് ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ. സത്യസ്വരൂപനായ ശ്രീരാമചന്ദ്രനെ വഞ്ചിക്കാൻ ഞാൻ ഇന്ന് ഉദ്യുക്തനായി, ഞാൻ അതിന് പുറപ്പെടുകയാണ്, ഒരു മടിയും കൂടാതെ. കാരണം എല്ലാം അറിയുന്ന ഭഗവാന് കാലനേമിയുടെ മനോഗതവും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഹിമാദ്രി പാർശ്വേ, ഹിമവത് പാർശ്വത്തിൽ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. അങ്ങനെ ഹനുമാൻ വരുന്ന സമയത്ത് കാണായിതാശ്രമം, ഒരാശ്രമം മായാവിരചിതം നാനാമുനിജന സേവിതമായതും ശിഷ്യജന പരിചാരക സംയുതം ഋഷി ആശ്രമം, ഒരു ഋഷിയുടെ ആശ്രമം കണ്ട് വായുതനയനും ചിന്തിച്ചു നിന്നാൻ, ഇവിടെ ഒരാശ്രമം എന്തുമൂലം? ഇതെപ്പോഴാണ് ഇങ്ങനെ ഒരു ആശ്രമം ഇവിടെ വന്നത്? പണ്ടും ഈ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളതാണ്, അപ്പോഴൊന്നും കണ്ടിട്ടില്ല, പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. ഇനി മാർഗവിഭ്രംശം വരികയോ, എൻ്റെ വഴി മാറിപ്പോയോ? കേവലം ഓർക്കേണമെൻ മനോവിഭ്രമമല്ലല്ലീ, അതോ എനിക്ക് മനസ്സിന് അങ്ങനെ തോന്നുന്നതാണോ, എൻ്റെ ഒരു തോന്നൽ മാത്രമാണോ ഇത്? എന്തായാലും സാരമില്ല, നേരിട്ട് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് നാനാപ്രകാരവും പല രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് തീരുമാനിച്ചു. താപസനെ കണ്ട് പാനീയ പാനവും ചെയ്ത് കുറേ നേരമായിട്ട് ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് ദാഹമുണ്ട്, ദാഹം തീർത്ത് കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം, അത് കഴിഞ്ഞിട്ട് പോകാം. എന്നിട്ട് ആ ദ്രോണാചലം രഘുപുങ്കവ അനുഗ്രഹാൽ, ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ എനിക്കത് കാണാൻ സാധിക്കും
ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ട, ഒരു യോജന വിസ്തൃതമുള്ള ആ മായാശ്രമം, അശ്രമം, മായ കൊണ്ട് നിർമ്മിച്ച, താൽക്കാലികമായി നിർമ്മിച്ച ആ ആശ്രമത്തിൽ, അശ്രമം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ രംഭ, പനസ, ഖർജൂര, കേര, ആമ്രാദി, ഇനി അവിടെ ചുറ്റുപാട്ടിലും രംഭ എന്നാൽ വാഴ, പനസം പ്ലാവ്, ഖർജുരം ഈന്തപ്പന, കേരം കേരവൃക്ഷം, ആമ്രം മാവ് തുടങ്ങിയ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. സമ്പൂർണം അതി അച്ഛതോയ വാപീയുതം, അച്ഛം എന്ന നല്ല നിർമ്മലമായിട്ടുള്ള വെള്ളമുള്ള വാപി കുളങ്ങളുണ്ട്. കാലനേമിത്രി യാമാചരനും, കാലനേമി എന്ന ആ രാക്ഷസൻ തത്ര ശാലയിൽ, അവിടെ ഒരു ശാലയൊക്കെ തീർത്തിട്ട് അവിടെ ഋത്വിക് സദസ്യാദികളോടും, യാഗം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഋത്വിക്, ആ ഋത്വിക് സദസ്യാദികളോടും മറ്റ് ശിഷ്യന്മാരൊക്കെ ഉണ്ട് എന്ന എല്ലാം ഒരു നാടകം പോലെ ഒരു സെറ്റപ്പാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്ദ്രയാഗം ദൃഢം അമ്മാർ അനുഷ്ഠിച്ചു, ഒരു വലിയ യാഗമൊക്കെ നടക്കുന്നതായിട്ടൊക്കെ അങ്ങനെ കാണിക്കുകയാണ്. ചന്ദ്രചൂഡ പ്രസാദം വരുത്തിയിടുവാൻ, ശിവന്റെ പ്രസാദം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ദ്രയാഗം ചെയ്യുന്നു. ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ, അങ്ങനെ യഥാർത്ഥത്തിൽ രാക്ഷസനായ ആ താപസനെ ഹനുമാൻ വീണ് നമസ്കാരവും ചെയ്തുടൻ ജഗത് പ്രാണതനയനും വായുനന്ദനായ ഹനുമാൻ ഇങ്ങനെ ചൊല്ലിനാൻ, രാമദൂതഃ അഹം, ഞാൻ രാമദൂതനാണ്. ഹനുമാൻ ഇതി മമ നാമം, എൻ്റെ പേര് ഹനുമാനാണ്. പവനജൻ അഞ്ജനാനന്ദനൻ, വായുപുത്രനാണ്, അതേസമയം അഞ്ജനയുടെ മകനുമാണ്. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്ക്, പാലാഴി കരയിലേക്ക് സാമോദം ഇന്ന് പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നിതു, ദാഹം പൊറാഞ്ഞ് എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, അതുകൊണ്ട് തണ്ണീർ കുടിച്ചിടുവാൻ, വെള്ളം കുടിച്ച് എൻ്റെ ദേഹരക്ഷയെ ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. എങ്ങ് ജലസ്ഥലം എന്നരുൾ ചെയ്യണം, എവിടെ നിന്നാണ് നല്ല ശുദ്ധജലം ലഭിക്കുക എന്ന് പറയണം. എങ്ങുമേ പാർക്കരുതെന്നെൻ മനോഗതം, എവിടെയും ഞാനിപ്പോൾ കാണുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ച് ചൊല്ലിയിടിനാൻ, വളരെ കാരുണ്യത്തോടുകൂടെയാണ് ഞാൻ നിന്നോട് പറയുന്നത് എന്ന ഭാവത്തിൽ പറയുകയാണ്. മാമകമായ കമണ്ഡലുസ്ഥം ജലം ആമയം തീരുവോളം കുടിച്ചിടുക, എൻ്റെ കമണ്ഡലുവിൽ നല്ല ജലമുണ്ട്, അത് നിനക്ക് ആമയം, നിന്റെ ദാഹം തീരുവോളം കുടിച്ചിടുക. ഇവിടെ ആമയം എന്നതുകൊണ്ട് ഇപ്പോൾ ദാഹം കൊണ്ടുള്ള ഈ പരവേശം. ഇനി പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞ് കുറഞ്ഞൊന്ന് ഉറങ്ങുക, കുറച്ചു നേരം വിശ്രമിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി. ഹനുമാൻ ഇപ്പോൾ എന്തിനാണ് വന്നത്? അവിടെ എല്ലാവരും മരിച്ചു കിടക്കുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഔഷധം എടുത്തു പോകണം, അതിനാണല്ലോ. നീ വിഷമിക്കുകയേ വേണ്ട, എനിക്ക് ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും, ഞാൻ എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കഴിഞ്ഞതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതും ഒക്കെ ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തം ആയതുകൊണ്ട് ചൊല്ലിയിടുവൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നീ പേടിക്കേണ്ട. അവിടെ വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ ശ്രീരാമചന്ദ്രൻ നോക്കിയതുകൊണ്ട് മാത്രം അവരൊക്കെ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും. അവരൊക്കെ ഇപ്പോൾ ആ ആലസ്യത്തിൽ നിന്ന് എഴുന്നേറ്റു, അവരൊക്കെ ഇപ്പോൾ സുരക്ഷിതരാണ്. എന്നിട്ട് ആഹവത്തിന്, യുദ്ധത്തിനായിട്ട് ഒരുമിച്ച് നിന്നിടിനാർ. അവർ യുദ്ധം ചെയ്യാനായി തയ്യാറായി കഴിഞ്ഞു. യുദ്ധമാകർണ്യ ചൊന്നാൻ കപിപുങ്കവൻ, എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. ഓ, എന്തൊരു കാരുണ്യമാണ് അങ്ങ് എന്നോട് ചെയ്തത്, എനിക്ക് വലിയ സന്തോഷമായി. പാരം പൊരുതുമേ ദാഹം, അതുകൊണ്ട് പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. എനിക്ക് അത്ര അധികം ദാഹമുണ്ട്, അതുകൊണ്ട് ഈ കമണ്ഡലു വെള്ളമൊന്നും എനിക്ക് പോരാ. വായുതനയൻ ഏവം ചൊന്ന നേരത്ത് മായാവിരചിതനായ വടുവിനെ, മായ കൊണ്ട് അവിടെ ഉണ്ടാക്കിയ സൃഷ്ടിച്ച ഒരു ബ്രാഹ്മണനെ തോയാകരം ചെന്ന് കാട്ടിക്കൊടുക്കെന്ന്, ശുദ്ധജലം ഉള്ള സ്ഥലം കാട്ടിക്കൊടുക്കൂ എന്ന് ഭൂയോ മുദാ കാലനേമിയും ചൊല്ലിനാൻ. വീണ്ടും സന്തോഷത്തോടെ കാലനേമി പറഞ്ഞു.
എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, കണ്ണ് തുറന്നു പോവരുത്. അതാണ് നേത്ര നിമീലനം ചെയ്ത് കണ്ണ് പൂട്ടിയിട്ട് വേണം പോകാൻ. എന്നിട്ട് പാനീയവും പീത്വാ കുടിച്ചിട്ട് മമാന്തികം എൻ്റെ അടുത്തേക്ക് പ്രാപിക്കുക സത്വരം, വേഗം പോയി തിരിച്ചു വരൂ. എന്നാൽ നിനക്ക് ഔഷധം കണ്ടുകിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവാൻ. മാത്രമല്ല ഔഷധം കൊണ്ടുപോയിക്കോളൂ, എന്തായാലും ഇനിയും ചിലപ്പോൾ ആവശ്യം വരും. എന്നാൽ അതിനു മുൻപേ വെള്ളം കുടിച്ചിട്ട് വന്നാൽ ഞാൻ നിനക്ക് നല്ലൊരു മന്ത്രോപദേശമൊക്കെ തരാം, നിനക്ക് എളുപ്പമാ ഔഷധം ലഭിക്കാൻ എന്നത് കേട്ട് വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച വടുവിനോടും മുതാ, തൻ്റെ കൂടെ അയച്ച ആ ബ്രാഹ്മണനോടും കൂടെ പോയി കണ്ണുമടച്ച് വാപീതടം പ്രാപിച്ചു. അങ്ങനെ ആ കുളത്തിൽ ചെന്നിട്ട് തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ, അങ്ങനെ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും വന്നു ഭയങ്കരിയായ മകരിയും, ഒരു പെൺമുതല ഇങ്ങനെ ഉയർന്നു വന്നിട്ട് ഉന്നതനായ മഹാകപിവീരനെ തിന്നുകളവാൻ ഒരുമ്പെട്ട നേരത്ത് പെട്ടെന്ന് മാരുതിയും കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു പെൺമുതല തന്നെ വിഴുങ്ങാനായിട്ട് വായും തുറന്നങ്ങനെ നിൽക്കുന്നു. കണ്ണുമിഴിച്ച് കപീന്ദ്രനും നോക്കിനാൻ, ആകെ പേടിച്ചുപോയി. പെട്ടെന്ന് വക്രം പിളർന്ന് കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കപിവരൻ. ആ വായ തുറന്നു പിടിച്ച മുതലയെ ഹനുമാൻ ആ വായ തന്നെ പിളർന്ന് കൊന്നു. ദേഹമുപേക്ഷിച്ച് മേൽപോട്ടു പോയിതു ദേഹിയും. ഉടനെ തന്നെ ആ പെൺമുതലയുടെ ശരീരത്തിൽ നിന്ന് ഒരു ജീവാത്മാവ് സൂക്ഷ്മ ശരീരം മുകളിലേക്ക് പോയി. മിന്നൽ പോലെ നല്ല തിളക്കമുള്ള ഒരു സൂക്ഷ്മ ശരീരമായിരുന്നു. തത് അത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും. വിമാനദേശം എന്നാൽ അന്തരീക്ഷത്തിൽ. കണ്ടിതന്നേരം ദിവ്യരൂപത്തോട് ഒരു നാരീമണി, ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആയിട്ടിരിക്കുന്നു. ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാതാത്മജനോട് ചൊന്നാൾ അത് നേരം. ആ സ്ത്രീ ഹനുമാനോട് പറഞ്ഞു, നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപിവര, നീ എനിക്ക് ശാപമോക്ഷം തന്നിരിക്കുന്നു. മുന്നം ഒരു അപ്സര സ്ത്രീ, ഞാൻ ഒരു അപ്സര സ്ത്രീയായിരുന്നു. ഒരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലി ഇതി മേ നാമം, ധന്യമാലി എന്നാണ് എൻ്റെ പേര്. മഹാമതേ, നീ മഹാബുദ്ധിമാനാണ്. മാന്യനാം നീ ഇനി ഒന്ന് ധരിക്കണം, ശുദ്ധഹൃദയനായ നീ ഒന്ന് ധരിക്കുക. നീ ഇപ്പോൾ അത്ര പുണ്യാശ്രമേ കണ്ട താപസൻ, ഇപ്പോൾ പുണ്യാശ്രമത്തിൽ നീ കണ്ട ആ താപസൻ നക്തഞ്ചരനാണ്, അസുരനാണ്, കാലനേമി, മഹാഖലൻ, ദുഷ്ടനാണവൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ, രാവണൻ പറഞ്ഞിട്ട് വന്നതാണവൻ. താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ, നിന്റെ മാർഗത്തിന് വിഘ്നം വരുത്താൻ വന്നതാണ്. താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവ ഭൂദേവാദി ഹിംസകൻ. അവൻ യഥാർത്ഥത്തിൽ താപസന്മാരെയും ദേവന്മാരെയും ഭൂദേവന്മാരായ ബ്രാഹ്മണന്മാരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നവനാണ്. എന്നിട്ടിപ്പോൾ താപസവേഷം കപടമായിട്ട് ധരിച്ചിരിക്കുന്നിതു. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം, ആ ദുഷ്ടനെ വേഗം കൊന്നുകളയുക. എന്നിട്ട് സന്തോഷത്തോടെ ദ്രോണപർവ്വതം പ്രാപിച്ച് ദിവ്യ ഔഷധങ്ങളും കൊണ്ടങ്ങ് ചെന്നിനി ക്രവ്യാത വംശം അശേഷമൊടുക്കുക. അങ്ങനെ നീ ദിവ്യ ഔഷധങ്ങളൊക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുക. എന്നിട്ട് ക്രവ്യാത വംശം, ആ രാക്ഷസ വംശത്തെ അശേഷം ഒടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു, വാനരവീര കുശലം ഭവിക്കതേ. അങ്ങനെ ധന്യമാലി എന്ന അപ്സര സ്ത്രീ പറഞ്ഞു, ഞാൻ ബ്രഹ്മലോകത്തേക്ക് തിരിച്ചു പോകുന്നു, നിനക്ക് മംഗളം ഭവിക്കട്ടെ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ. ഇങ്ങനെ പറഞ്ഞ് ആ ധന്യമാലി തിരിച്ചു പോയതിനു ശേഷം മാരുതി മായാവിയാം കാലനേമി തന്നെ അന്തികെ ചെന്നാൻ, മായാവിയായിട്ടുള്ള കാലനേമിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് അവനോട് ചൊന്നാൻ അസുരനും. ഹനുമാനോട് അസുരൻ ഇപ്രകാരം പറഞ്ഞു, വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ, ഇതെന്തു പറ്റി, എന്താണ് ഇത്ര വൈകിയത്? കാലമിനി കളയാതെ വരിക, നീ വേഗം വരൂ. എൻ്റെ അടുത്ത് നിന്ന് ആ മന്ത്രോപദേശം വേണ്ടേ? മൂലമന്ത്രോപദേശം ചെയ്യുവനാശു ഞാൻ, ദക്ഷിണയും തന്ന് അഭിവാദ്യവും ചെയ്യുക. എനിക്ക് ആദ്യം ദക്ഷിണ തരിക, എന്നിട്ട് എന്നെ നമസ്കരിച്ചിട്ട് ഞാൻ
നിനക്ക് ആ മൂലമന്ത്രം ഉപദേശിച്ചു തരാം, എന്നാൽ നീ ദക്ഷനായി വന്നുകൂടും, നീ വലിയ സാമർഥ്യക്കാരനാകും, ഭവാൻ നിർണയം, ഒരു സംശയവും വേണ്ട. ഇത് കേൾക്കണ്ട താമസം നല്ലൊരു ദക്ഷിണ കൊടുത്തു. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവര ഉത്തമാങ്കേ കപിവരൻ ഒന്നടിച്ചാൻ. ആ കാലനേമിയുടെ തലക്ക് തന്നെ നല്ലൊരു അടി കൊടുത്തു. ആ അടി കൊണ്ടവനും തഥാ ചെന്ന് പുക്കിയിടിനാൻ ധർമ്മരാജാലയം. അങ്ങനെ ആ കാലനേമിയെ കാലപുരിക്ക് തന്നെ അയച്ചു. ഇനി ദിവ്യൌഷധം എടുത്തുകൊണ്ടുവന്നു. അതിൻ്റെ ഫലത്തെ പറയുകയാണ്. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ. അങ്ങനെ പാലാഴിയും കടന്ന് ദ്രോണാചലത്തിലെത്തി മാരുതി അവിടെ വണങ്ങി, ആ പർവ്വതത്തെ വണങ്ങി നോക്കി. ഔഷധ ആവാസം ഋഷഭാദ്രി, ഔഷധമിരിക്കുന്ന ഋഷഭപർവ്വതം കണ്ടു. എന്നാൽ ഔഷധം ഏതാണ് എന്ന് പ്രത്യേകം മനസ്സിലാകുന്നില്ല. ഔഷധം ഒന്നുമേ കണ്ടതുമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഔഷധം ഏതാണ് എന്ന് തിരയാനൊന്നും സമയമില്ല. അതുകൊണ്ട് കാണാഞ്ഞ് കോപിച്ച് പർവ്വതത്തെ പറിച്ചു. ആ പർവ്വതം തന്നെ അതങ്ങനെ തന്നെ എടുത്ത് പറിച്ചിട്ട് ഏണാംഗബിംബം കണക്കെ, ചന്ദ്രബിംബം എടുത്തെന്ന പോലെ കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്ന് അൻപോടു രാഘവൻ മുമ്പിൽ വച്ച് ഇണ്ടൽ തീർത്തിയിടിനാൻ വൻ പടയ്ക്കന്നേരം. ആ വൻ പടയ്ക്ക് സംഭവിച്ച ജീവഹാനിയെ ഇല്ലാതാക്കി. കൊണ്ടൽ നേർ വർണ്ണനും പ്രീതി പൂണ്ടാൻ. ശ്രീരാമചന്ദ്രനും സന്തോഷത്തോടുകൂടെ, അതുപോലെ തന്നെ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും. നീലകണ്ഠൻ ശിവൻ, ശിവന്റെ മകനാണ് ഹനുമാൻ. അപ്പോൾ തൻ്റെ മകന്റെ ചെയ്തികളിൽ ശിവനും വലിയ സന്തോഷമായി. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. ആ ഔഷധ പർവ്വതം അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതിൻ്റെ കാറ്റ് തട്ടിയിട്ട് തന്നെ എല്ലാവരും ജീവിച്ചു. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം, ഇന്നു തന്നെ ശൈലം ഇല്ലൊരു സംശയം. എന്നാൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഇത് ഇവിടെ വെക്കരുത്, തിരിച്ചു കൊണ്ടുപോയി വെക്കൂ. കാരണം അല്ലായെങ്കിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നു. ഞാൻ എങ്ങനെയാണ് പിന്നെ രാത്രിഞ്ചരന്മാരെ, അസുരന്മാരെ കൊല്ലുക? കാരണം ഇതിവിടെ നിൽക്കുന്നിടത്തോളം ഇതിൻ്റെ കാറ്റ് തട്ടിയാൽ ആരും മരിക്കില്ല, എല്ലാവരും ജീവിക്കും. അതുകൊണ്ട് രാക്ഷസന്മാരെ കൊല്ലണമെങ്കിൽ ഇതിവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇത് തിരിച്ചു കൊണ്ടുപോയി വെക്കൂ എന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കപിപുങ്കവൻ. വീണ്ടും ആ ഔഷധ കുന്നുമെടുത്ത് പറന്നു വന്നാൻ. അരനിമിഷം കൊണ്ട് പിന്നെയും തിരിച്ചു വീണ്ടും അരനിമിഷം കൊണ്ടുവന്നു. അപ്പൊ നേരത്തെ നമുക്കൊരു സംശയം തോന്നും, വാനരന്മാരൊക്കെ എഴുന്നേറ്റു വന്നു, ഇതേപോലെ മരിച്ച രാക്ഷസന്മാരും എഴുന്നേറ്റു വരില്ലേ? എന്നാൽ അവിടെ വിധിയുടെ വിളയാട്ടം എന്നതുപോലെ രാവണൻ പറഞ്ഞിരുന്നു, യുദ്ധേ മരിച്ച നിശാചരന്മാർ ഉടൽ. അപ്പോൾ തന്നെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാവണൻ പറഞ്ഞതനുസരിച്ച് രാക്ഷസർ ഉടനെ തന്നെ വാരാനിധിയിലിട്ടിയിടിനാർ. എല്ലാം മരിക്കുന്നതിനനുസരിച്ചിട്ട് മറ്റുള്ളവർ വന്നിട്ട് ഈ ശവശരീരം അവിടെ സമുദ്രത്തിൽ കൊണ്ടുപോയിടും എന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. അപ്പോൾ ഔഷധത്തിന്റെ കാറ്റ് വന്നിട്ടും അവരാരും ജീവിച്ചിരുന്നില്ല. കാരണം അവരുടെ ഒന്നും ശരീരം ആ യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്നില്ല. അതാണ് വിധിയുടെ ഒരു നിയോഗം എന്നതുപോലെ സംഭവിച്ചതാണ്.